ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ സ്കോഡ ഒക്ടേവിയൻ്റെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സ്കോഡ ഒക്ടേവിയനെ പറ്റി പറയുമ്പോൾ, അതായത് സ്കോഡ ഒക്ടേവിയ RS ആട്ടോ. അതൊരു സെഡാൻ ടൈപ്പ് വണ്ടിയാണ്. അതേപോലെ തന്നെ അതിൻ്റെ സ്പോർട്ടി പെർഫോമൻസിനും ഹാൻഡ്ലിങ്ങിനും കൂടിയാണ് ആ വണ്ടി അറിയപ്പെടുന്നത്. ഒരു ക്ലാസിക് സ്കോഡ ലുക്കാണ് വണ്ടിയെങ്കിലും അതൊരു ബോൾഡായിട്ടുള്ളൊരു ലുക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർ. അതിൻ്റെ പഴയ ഒക്ടേവിയൊക്കെ ആണെങ്കിൽ പക്കാ ഒരു ബോൾഡ് ലുക്കാണ്, പക്ക ബോൾഡ് ലുക്കാണ് കുറച്ച് പഴയ മോഡൽ ഒക്ടേവിയൊക്കെ വരുമ്പോൾ. അതേപോലെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി കേട്ടോ ഒക്ടേവിയ, പഴയ മോഡൽ. നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേകതരം ഭംഗിയാണ് അതിന്. പിന്നെ അത് എന്താണ് അതിനോട് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇപ്പം ഇറങ്ങുന്ന വണ്ടികൾക്ക് ഒരു ഇലക്ട്രിക്കലി ലുക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം പഴയ വണ്ടികളോട് ഇഷ്ടം വരുന്നത്. എനിക്ക് ആകെ നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ അങ്ങനത്തെ വണ്ടികളൊന്നും കാണുമ്പോൾ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊരു അഗ്രസീവ് ലോവേഡ് സ്റ്റാൻസാണ്. അതേപോലെ 265 PS ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത് അണ്ടർ ദ ഹുഡ്. പിന്നെ എഞ്ചിന് 1984 cc ആട്ടോ വരുന്നത്. അതുപോലെ തന്നെ പവർ 261.49 bhp വരുന്നുണ്ട്. 370 Nm ടോർക്ക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, പെട്രോൾ എഞ്ചിനാണ്. പിന്നെ 600 ലിറ്റർ ബൂട്ട് സ്പേസ് 600 ലിറ്ററാണ് വരുന്നത്. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്, പിന്നെ അതേപോലെ ലോഞ്ച് ചെയ്യണതിന് മുമ്പ് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ വണ്ടി പലതും. പിന്നെ നമുക്ക് റൈസ് ബ്ലൂ, വെൽവെറ്റ് റെഡ്, ക്യാൻഡി വൈറ്റ് ആൻഡ് മാജിക് ബ്ലാക്ക്, ഈ 3 കളറിൽ നമുക്ക് വണ്ടി പ്രീ ഓർഡർ ചെയ്യാൻ പറ്റും. ഈ 3 കളറിൽ കേട്ടോ. പിന്നെ അതായത് 4 ഹോഴ്സ് അങ്ങനെ പറഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒക്ടോബർ 6 2025 സ്കോഡ പ്രീ ലോഞ്ച് ബുക്കിംഗ്, ഒക്ടേവിയയുടെ പ്രീ ലോഞ്ച് ബുക്കിംഗ് 17 ആയിരുന്നു ശരിക്കും. അല്ല, സ്കോഡയുടെ ലോഞ്ചിങ് 17 ആയിരുന്നു. പക്ഷേ ഒക്ടോബർ 6 മുതൽ തന്നെ അതിൻ്റെ പ്രീ ലോഞ്ച് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഒക്ടോബർ 6 ആരംഭിക്കും. ആരംഭിച്ചു. ഈ വീഡിയോ എടുത്തപ്പോൾ ഇന്നിപ്പോൾ ഒക്ടോബർ 12 ആയല്ലോ. ഒക്ടോബർ 12 ഒന്ന് എത്ര അറിയില്ല, ഡേറ്റ് ഓർമ്മയില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രൈസ് ഒക്ടോബർ 17 സ്കോഡ ഒക്ടേവിയൻ്റെ പ്രൈസ് എത്രയെന്നുള്ളത് അവർ ഒക്ടോബർ 17 അറിയിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേറെ വണ്ടിയിലകത്ത് വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ക്ലീൻ ലൈൻസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു ക്ലീൻ ലൈൻസ് ആയിട്ടുള്ള മോഡലാണ് വരുന്നത്. അഗ്രസീവ് RS ടച്ചിലാണ് വരുന്നത്. പിന്നെ ബട്ടർഫ്ലൈ ഗ്രില്ലാണ് ഫ്രണ്ടിൽ വരുന്നത്. ബ്ലാക്ക് ആൻഡ് ബോസ്റ്റ് RS ബാഡ്ജ് അതിലാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ലൈനിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഒരു റേസി ലുക്ക് കൊടുക്കാനാണ്. പക്ഷെ അത് എത്രത്തോളം ഒരു സ്പോർട്ടി ലുക്ക് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, അത് വേറെ വിഷയം. എൻ്റെ അലോയൊക്കെ അടിപൊളിയാട്ടോ, പക്ക നല്ല അടിക്കിട്ടിൻ്റെ അലോബിയാണ്. വണ്ടി എത്രത്തോളം സ്പോർട്ടിയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല സ്പോർട്ടി വരുമ്പോൾ, പക്ഷേ കംഫർട്ട് ഉണ്ടാവും. പിന്നെ ഡുവൽ പോഡ് മാട്രിക്സ് LED ഹെഡ്ലൈറ്റ്സാണ് വരുന്നത്. വി ഷേപ്ഡ് LED DRLസും വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. പിന്നെ നമുക്ക് വണ്ടിയിലോട്ട് വരുമ്പോൾ LED ടെയിൽ ലൈറ്റ്സും പിന്നെ സ്ലീ ക്ലിപ്സും ബ്ലാക്കിലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്റ്റീരിയർ ഷെയ്ഡ്സിൽ ഇത് വരുന്നത് മാമ്പ ഗ്രീന്, മാജിക് ബ്ലാക്ക്, ക്യാൻഡി വൈറ്റ്, റൈസ് ബ്ലൂ ആൻഡ് വെൽവെറ്റ് റെഡ്. ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ നമുക്ക് വരുന്നത്
സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒക്ടോവിയ ഉണ്ടല്ലോ, അതേ മോഡലിൽ തന്നെയാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് ലേഔട്ട് വരുന്നത്, ഈ RSൻ്റെ വരുന്നത്. പിന്നെ ഒരു RS സ്റ്റിയറിംഗ് വീലിലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് സീറ്റൊക്കെ നല്ല അടിപൊളി കേട്ടോ, നല്ലൊരു സ്പോർട്ടി ലുക്കിലാണ്. ആക്ച്വലി ഇതിൻ്റെ ഇൻറ്റീരിയർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോർ ദാൻ ദ എക്സ്റ്റീരിയർ, ഇതിൻ്റെ ഇൻറ്റീരിയർ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. അതിൻ്റെ ബാക്കൊക്കെ പക്കാ സ്പോർട്ടി ആയിട്ട് നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. പിന്നെ 15 വോൾട്ട് വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജറിൻ്റെ ഇത് വരുന്നുണ്ട്. അത് കൂളിംഗ് പാഡിൻ്റെ കൂടെയാണ് വരുന്നത്. പിന്നെ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സിൽ വരുമ്പോൾ എന്തൊക്കെയാണ് നോക്കാം. 10 എയർ ബാഗ് ആയിട്ട് വരുന്നത്, 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ESC വരുന്നുണ്ട്, ABS വിത്ത് EBD, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം വരുന്നുണ്ട്, ഓട്ടോ പാർക്ക് അസിസ്റ്റ്, പിന്നെ ഫുൾ സ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ADAS വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോളിൻ്റെ കൂടെ. പിന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടറും വരുന്നുണ്ട്. പിന്നെ ഇത് ക്രാഷ് ടെസ്റ്റഡ് ബൈ Euro NCAP 2022 ക്രാഷ് ടെസ്റ്റ് ചെയ്തതാണ് സ്കോഡ ഒക്ടാവിയ. RS അല്ല തോന്നുന്നത്, ഒക്ടാവിയാണ് ചെയ്തത്. പക്ഷെ അത് ക്രാഷ് ടെസ്റ്റ് ചെയ്തതാണ്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ആ ടൈമിലാണ് ചെയ്ത സമയത്ത്. പിന്നെ ഇതിലോട്ട് വരുമ്പോൾ സ്പോർട്സ് സ്പീഡ് DCT ആയിട്ട് വരുന്നത്, 7 സ്പീഡ് DCT ആയിട്ട് വരുന്നത് ട്രാൻസ്മിഷൻ. ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. പിന്നെ 0 to 100 6.4 സെക്കൻഡ്സിലാണ്. ടോപ്പ് സ്പീഡ് 250 kmph ആണ്. അത്രേ വരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതിലെന്താ വരുന്നത്, പിന്നെ വേരിയൻസ് വരുന്നത് RS വേരിയൻറ്റ് മാത്രമാണ് സ്കോഡ ഒക്ടാവിയ വരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസിലോട്ട് വരാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഓൺ റോഡ് പ്രൈസ് ഇത് വരുന്നത് 45 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സ്കോഡ ഒക്ടാവിയ RSൻ്റെ പ്രൈസ് വരുന്നത് 45 ലക്ഷം രൂപയാണ് വരുന്നത്. പിന്നെ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് സ്റ്റാർട്ടിംഗ് ആണോ എൻഡിങ് ആണോ എന്നൊന്നും അറിയില്ല. 45 ലക്ഷം എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ കൂടുതൽ നമ്മൾ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഷോറൂമിൽ തന്നെ അന്വേഷിക്കേണ്ടി വരും. കാരണം വണ്ടി ജസ്റ്റ് ലോഞ്ചഡ് ആയിട്ടുള്ളൂ. അപ്പോൾ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടി ഒരു ആവറേജ് വണ്ടിയാണ്, ഒരു ആവറേജ്. ബട്ട് ഇൻറ്റീരിയർ അടിപൊളിയാട്ടോ, നല്ല പക്കാ സ്പോർട്ടി ലുക്കിലാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. അടിപൊളി ഇൻറ്റീരിയറാണ്. എക്സ്റ്റീരിയറിനെക്കാട്ടിയും കൂടുതൽ നമുക്കൊരു ഇൻറ്റീരിയർ നല്ല സ്പോർട്ടി ലുക്ക് തരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മൈ ചാനൽ. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതും സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഗൈസ്. അപ്പോൾ കീപ് വാച്ചിങ്. അടുത്തൊരു വീഡിയോ മാറ്റി വരുന്നേക്കും. ബൈ.